ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഫാമിലിയെല്ലാമായിട്ട് പുറത്തു പോകാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി. വേറൊന്നുമല്ല, നമ്മുടെ വണ്ടിയുടെ ടയറ് നൈസായിട്ട് പണി തന്നു. ടയർ പഞ്ചറാണ്. അപ്പോൾ ഈ ടയർ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലെങ്ങനെ എയർ അടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വണ്ടിയിലും നമുക്ക് സ്റ്റെപ്പിനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ സ്റ്റെപ്പിനുണ്ടായിട്ട് കാര്യമില്ല, നമുക്കിത് ചേഞ്ച് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഏകദേശം എല്ലാവർക്കും തന്നെ ചേഞ്ച് ചെയ്യാൻ അറിയാം. എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇനി അഥവാ സ്റ്റെപ്പിന് ഇല്ല, ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ലെങ്കിലും നമ്മുടെ ടയർ കീറിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ആണി കയറി ട്യൂബ്ലെസ് ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. ഏകദേശം ഇന്ന് ഇപ്പോൾ ഉള്ള എല്ലാ വണ്ടിയിലും ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. ഇനി അഥവാ ട്യൂബ്ലെസ് അല്ല, ട്യൂബ് ടയറാണെങ്കിൽ ആണിയൊക്കെ കയറി കഴിഞ്ഞാലും അധികം നേരം നിൽക്കില്ല. ട്യൂബ്ലെസ് ആണെങ്കിൽ ഒരു 10-12 മണിക്കൂറൊക്കെ സുഖമായിട്ട് നമുക്ക് ആണി വെച്ച് തന്നെ, ആണി ഊരിയില്ല, ആണിയല്ല വേറെ എന്തെങ്കിലും കമ്പിയോ, വലിയ കമ്പിയൊക്കെ ആണെങ്കിൽ കാറ്റിറങ്ങിപ്പോവും. ഇനി അങ്ങനെയൊന്നും അല്ലാത്ത സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്കത് കാറ്റടിച്ചിട്ടാണെങ്കിലും എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ എങ്ങനെ കാറ്റടിക്കാം, എങ്ങനെ ടയർ മാറ്റാം, ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷൻ അത്യാവശ്യം ലോങ് എല്ലാം പോകുന്ന എല്ലാവരും തന്നെ ഏകദേശം ഫേസ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വണ്ടിയിലെ ജാക്കി, സ്പെയർ വീല്, ഈ സാധനങ്ങളൊക്കെ എങ്ങനെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കുന്നത്, എവിടെ ഇരിക്കുന്നത് എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ XS6 എന്ന് പറഞ്ഞ വണ്ടിയിൽ ഇതാ ഈ പുറയിൽ ഈ ഒരു ചെറിയൊരു ബോക്സ് അല്ലെങ്കിൽ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജാക്കി, സ്പെയർ വീല്, വീൽ സ്പാനർ എല്ലാം കാണാൻ പറ്റും. അല്ല, സ്പെയർ വീലിൻ്റെ അടിയിലാണ്. സ്പെയർ വീൽ ഇതിൻ്റെ അടുക്കുന്നത് ഉണ്ടോ, ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പം താഴേന്ന് ഉണ്ടോ, ഇവിടെ സ്പെയർ വീൽ ഇരിക്കുന്നത്. ഇതിങ്ങനെ താഴേക്ക് വീലിറങ്ങി വരും. അപ്പോൾ ഓരോ വണ്ടിയിലും ഓരോ രീതിയിലിരിക്കുന്നത്. പിന്നോവേട്ടൊക്കെ ആണെങ്കിൽ ഡിക്കിയുടെ ഇവിടെയായിട്ടൊരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൽ വീൽ സ്പാനർ ഇട്ട് തിരിച്ച് പ്രത്യേക രീതിയിലാണ് എടുക്കുന്നത്. ഓരോ വണ്ടിയിലും ഓരോ ഇതിലേക്ക്. ചില വണ്ടിയിൽ ഈ ഡിക്കിക്കകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ സ്വിഫ്റ്റൊക്കെ പോലുള്ള വണ്ടിയിൽ ഈ ഡിക്കിൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ അടിയിൽ തന്നെ ആയിരിക്കും വീലുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ വീല് അടിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ജാക്കി എടുത്തു, വീൽ സ്പാനർ എടുത്തു. ഈ ഒരു സാധനമുണ്ട്. ഇത് ഏകദേശം അധികം പേർക്കും അറിയില്ല എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതും കൂടെ നമുക്ക് കാണാം. നമ്മൾ ഈ ജാക്കിയെ കൊണ്ട് വെച്ചു. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വണ്ടി ഗിയറിലാണെന്നും ഹാൻഡ് ബ്രേക്കിലാണെന്നും ഉറപ്പുവരുത്തുക. ഫസ്റ്റ് ഗിയറിലിട്ട് വെക്കുക. അത് മാത്രമല്ല, ഈ ഫ്രണ്ടിൽ എന്തെങ്കിലും കട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ബാക്ക് വീലിലാണ് സാധാരണ ഹാൻഡ് ബ്രേക്കിൻ്റെ അതിൻ്റെ ആ പവർ അല്ലെങ്കിൽ പിടുത്തം വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ജാക്കി വെച്ച് ഈ വീല് പൊക്കി കഴിയുമ്പം ആ ഒരു അപ്പുറത്തെ സൈഡിലെ ഒരു വീലിൽ മാത്രമേ പിടുത്തം വരൂ. അപ്പോൾ ആ ഗിയറിൻ്റെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടല്ലോ, മുന്നോട്ടും പുറകോട്ടുള്ള മോഷൻ, അത് കാരണം ഒരുപക്ഷെ വണ്ടി അനങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് നമ്മൾ വണ്ടിയൊക്കെ പൊക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ജാക്കി വെക്കുന്നതിന് മുന്നേ ഫ്രണ്ടിലും ബാക്കിലും ഓരോ കട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടിക്കഷ്ണമോ വഴിയിലൊക്കെ കുടുങ്ങി പോകുന്നെങ്കിൽ കല്ലെന്തെങ്കിലും എടുത്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ജാക്കി എങ്ങനെ വെക്കേണ്ടതെന്ന് നോക്കാം. എല്ലാ വണ്ടിയിലും ജാക്കി പോയിൻ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ വണ്ടിയിൽ ഇതുണ്ടോ, ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കട്ടി വ്യത്യാസം കണ്ടോ, അല്ലെങ്കിൽ ചെറിയൊരു കണ്ടോ, ഇവിടെ ഒരു ഹോള്, ഇവിടെ ഒരു ഹോള്, ആ ഒരു പോയിൻ്റ് കണ്ടോ. അപ്പോൾ ഓരോ വണ്ടിയിലും ജാക്കി പോയിൻ്റ് എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ഇനിയിപ്പം നമുക്കതറിയില്ല, നമ്മൾ വണ്ടി അങ്ങ് പൊക്കാൻ വേണ്ടി എവിടെയെങ്കിലും എടുത്ത് വെച്ചെന്ന് ഓർത്തോ. അപ്പോൾ ഇവിടെയൊക്കെയാണ് എല്ലാവരുടെയും കേസല്ല, പരിചയമില്ലാത്തവരിപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ലേഡീസ് മാത്രമാണെന്നില്ല, അറിയത്തില്ലാത്തവരാണെങ്കിൽ ഇവിടെയൊക്കെ ചിലപ്പം ഈ സാധനം കയറ്റി വെച്ച് കറക്കി എത്ര കറക്കിയിട്ട് വണ്ടി പൊങ്ങുന്നില്ലാത്ത അവസ്ഥയൊക്കെ വരും. ഈ സാധനം ഒടിഞ്ഞ് ഉള്ളിലേക്കൊക്കെ ആയിപ്പോയ അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ജാക്കി പോയിൻ്റ് കണ്ടുപിടിച്ച്, കാരണം ആ ഒരു പോയിൻ്റിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് വരുന്നത്. വേറെ ജാക്കി വെക്കാനോ അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയെ താങ്ങാനുള്ള ശേഷി വരുന്നത് ആ ഒരു ജാക്കി പോയിൻ്റ്. ഇപ്പം ഇതുണ്ടോ, ഇവിടെയുണ്ട് പോയിൻ്റ്, കണ്ടോ, ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലുണ്ടോ, കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിനും ഈ ഒരു പോയിൻറ്റിനും കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ജാക്കി വെക്കാം. ഇനി ഫ്രണ്ടിലും ഇതുപോലെ തന്നെ ഒരു പോയിൻ്റ് ഉണ്ട്. ഇതുണ്ടോ, ഇതിനും
ഇതിനും ഇടയ്ക്ക്. ഇതുപോലെ തന്നെ അപ്പർ സൈഡിലുണ്ട്. അപ്പോൾ ഈ ഒരു പോയിൻ്റിൽ തന്നെയാണ് നമ്മൾ ജാക്കി വെക്കുന്നതെന്നുള്ളത് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നമ്മൾ ജാക്കിയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്ട് വണ്ടി ഉയർത്താൻ നോക്കുമ്പം വണ്ടി മെല്ലെ ഇരുന്ന് കാണാം. അതായത് ഈ ഒരു പോയിൻ്റ് അവിടെ കൊണ്ട് വളഞ്ഞ് താഴേക്ക് വരും. അപ്പോൾ അതൊരു ഡാമേജും എല്ലാം കാരണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ജാക്കി പോയിൻ്റിൽ തന്നെ ജാക്കി വെക്കുക. ജാക്കി വെച്ച് വണ്ടി ഉയർത്തുന്നതിന് മുന്നേ നമ്മൾ വീൽ സ്പാനർ എടുത്ത് ഓരോ വീലിൻ്റെ നട്ട് ലൂസ് ചെയ്ത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. നട്ട് ലൂസ് ചെയ്യുമ്പോൾ പലർക്കും ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ, അതായത് ഇടത്തേക്ക് റൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ വീല് ലൂസാവും. റൈറ്റിലേക്ക് ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ ടൈറ്റ് ആവും. അത് ഓർത്ത് വെച്ചാൽ മതി. ആൻറ്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാം. എന്നാലും ഡൗട്ട് വരണ്ടെന്ന് ഓർത്ത് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ വീൽ നട്ട് ലൂസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ട് ജാക്കി വെച്ച്, അതായത് വണ്ടി ഈ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുമ്പോൾ തന്നെ, അതായത് ഇങ്ങനെ ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കാലൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. കാല് കൊണ്ട് ചവിട്ടി താഴുന്നില്ല, അത്യാവശ്യം ഫോഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇത് ടൈറ്റായിട്ടായിരിക്കുന്നത്. നമ്മൾ കാല് കൊണ്ട് തന്നെ ഉണ്ടോ ചവിട്ടി ഉണ്ടോ ഇപ്പോൾ ലൂസായി. ഇതുപോലെ ഓരോ നട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ ലൂസായി വരും. അപ്പോൾ ഈ നട്ടെല്ലാം ലൂസ് ചെയ്തതിന് ശേഷം ജാക്കി വെക്കുക. നമ്മൾ ജാക്കി ഏകദേശം ഉണ്ടോ അവിടെ ജാക്കി പോയിൻ്റിൽ തന്നെ ആ ഒരു ചെറിയൊരു പൊസിഷൻ കണ്ടു നമ്മൾ നേരത്തെ പറഞ്ഞേ കണ്ടു. അതിൻ്റെ ഏകദേശം സെൻട്രലായിട്ട് തന്നെ വെക്കുക. ജാക്കി ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുന്നത്. ചില കല്ലൊക്കെ ഉണ്ടാക്കി എടുത്ത് മാറ്റി ജാക്കി പൊങ്ങിക്കഴിഞ്ഞാലും സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുന്നത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ മെല്ലെ കറക്കിക്കഴിഞ്ഞാൽ വണ്ടി മെല്ലെ പൊങ്ങാൻ തുറക്കുന്നതാണ്. ഇങ്ങനെയൊരു കുടക്കമ്പി പോലത്തെ ഒരു സാധനം എല്ലാ വണ്ടിയിലും ഉണ്ടാവും. അതെന്തിനാണ് യൂസ് ചെയ്തതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അതെന്തിനാന്ന് കാണാൻ പോകാം. എന്താ ഈ ഒരു ഇങ്ങനെയൊക്കെ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീൽ സ്പാനറിൽ ഉണ്ട്, ഇവിടെ ഒരു ഹോളും ഉണ്ട്. അതെന്തിനാന്ന് ഇപ്പോൾ കാണിച്ചു തരാം. എന്താ ഈ സാധനം ഇവിടെ ഒരു ഹോളുണ്ടോ, ഇതിലിടുക. ഇത് ഇങ്ങനെ ഇടുക. നമ്മൾ ഈ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് സുഖമായിട്ട് കറക്കാൻ പറ്റും. വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യുന്നു. അപ്പോൾ എന്നുണ്ടോ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് നല്ല സുഖമായിട്ട് ഇങ്ങനെ നമുക്ക് കറക്കിയെടുക്കാം. അപ്പോൾ വണ്ടി വേഗം പൊങ്ങി വരും. അപ്പോൾ നമ്മൾ കറക്കി നല്ല വണ്ടി ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പൊങ്ങി. ടയർ നമുക്ക് സുഖമായിട്ട് ഊരിയെടുക്കാം. ആണോ ടയർ ഫ്രീ ആയിട്ട് കറങ്ങും. അപ്പോൾ നമ്മൾ നട്ടെല്ലാം ഊരിയെടുത്ത് വീല് പുറത്തേക്ക് എടുത്തിടുക. അടുത്ത വീല്, അതായത് നല്ല ടയർ എടുത്ത് എവിടെയും കയറ്റുക. അതിന് ശേഷം ഈ നട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നട്ട് നമ്മൾ ഹാൻഡ് ടൈറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി ജാക്കി തന്നെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വീലിട്ട്, അതായത് നമ്മളിത് ഊരി പുതിയ വീലിട്ടതിന് ശേഷം ഓൾറെഡി നമ്മുടെ വീലിനായിട്ടെല്ലാം ലൂസായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഊരി എടുക്കുക. അടുത്ത വീൽ ഇതുപോലെ തന്നെ കയറ്റിയിടുക. നമ്മൾ കൈ കൊണ്ട് ടൈറ്റ് ചെയ്യുന്ന അത്രയും നിർത്തി അവിടെ നിർത്തുക. അതായത് എല്ലാ വീലും നമ്മുടെ ഹാൻഡ് ടൈറ്റ്, ഒരുപാട് ഫോഴ്സ് കൊടുക്കരുത്. നേരത്തെ നമ്മൾ കാലും കൊണ്ട് ചവിട്ടി സാധനം ഊരിയെടുത്തേ, അത്രയും ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ഊരിയെടുത്തത്. പക്ഷേ അത് നമ്മൾ ഇപ്പോൾ കൈ കൊണ്ട് ടൈറ്റ് ചെയ്തിട്ട് ജാക്കി ഊരുക. അല്ലെങ്കിൽ വീല് ഇപ്പോൾ വണ്ടി ഗ്രൗണ്ട് ലെവലിന് മുകളിലാണ് നിൽക്കുന്നത്, അതായത് വണ്ടി ജാക്കി പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളത് ഊരി വണ്ടി വീലിലെത്തിക്കണം. ഇത് ജാക്കി തിരിക്കുന്നത് ഒന്നുമില്ല. ഈ സാധനം റൈറ്റ് ഹാൻഡ് ഇവിടെ പിടിച്ച് ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ ഹോൾഡ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് കറക്കി എടുക്കാം. വലിയ ഫോഴ്സൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് ജാക്കിയുടെ മുകളിൽ നമുക്ക് വീലിറക്കാം. ജാക്കി എടുത്ത് മാറ്റി പിന്നെയാണ് ചെയ്യേണ്ടത് ഈ ജസ്റ്റ് നമ്മൾ ഹാൻഡ് ടൈറ്റ് ചെയ്ത് വെച്ച നട്ടാക്കിയില്ലേ, അതൊക്കെ അത്യാവശ്യം ഫോഴ്സ് കൊടുത്ത് അല്ലെങ്കിൽ ചവിട്ടി ടൈറ്റ് ചെയ്യാം. ഒരുപാട് ടൈറ്റ് ചെയ്യരുത്. നമ്മൾ ലൂസ് ചെയ്യാൻ വേണ്ടി എത്ര ഫോഴ്സാണ് എടുത്ത് അത്ര തന്നെ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നട്ട് പൊട്ടി വീലിനിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്തിനാണ് ജാക്കി എടുത്തതിന് ശേഷം ടൈറ്റ് ചെയ്യുന്നത് ഏകദേശം എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത് വേറൊന്നുമല്ല, ജാക്കി പൊങ്ങിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജാക്കി പുറത്ത് വണ്ടി നിൽക്കുമ്പോൾ നമ്മൾ അത്ര ഫോഴ്സ് എടുത്ത് ചിലപ്പം ജാക്കി മറിഞ്ഞു പോകാനും വണ്ടി മുന്നോട്ടേക്ക് ഫോഴ്സ് വരുമ്പോൾ വണ്ടി മുന്നോട്ടേക്ക് നീങ്ങാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്
നമ്മൾ ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ട് വണ്ടി ഗ്രൗണ്ട് ലെവൽ എത്തിയതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്താൽ മതി. അതായിരിക്കും. അപ്പോൾ നമ്മൾ ടയർ എങ്ങനെയാണ് മാറേണ്ടതെന്ന് കണ്ടു, നമ്മൾ ജാക്കി ഉപയോഗിച്ച് എങ്ങനെ ടയർ മാറേണ്ടതെന്ന് കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് ടയർ മാറണ്ട, ജസ്റ്റ് കാറ്റടിച്ചാൽ മതി. അതായത് ഇപ്പോൾ ചെറിയ ആണിയൊക്കെ കയറിയെങ്കിൽ ടയർ ഇടയ്ക്ക് ചെറിയ ആണിയൊക്കെ കയറിയെങ്കിൽ കുഴപ്പമില്ല. കാറ്റടിച്ചിട്ടാണല്ലോ ട്യൂബ്ലെസ് ടയർ ആണെങ്കിൽ മാത്രം കാറ്റടിച്ചിട്ടാണെങ്കിൽ നമുക്ക് എത്താം, നമുക്ക് ഡെസ്റ്റിനേഷനിലെത്താം. 100-300 കിലോമീറ്ററൊക്കെ ആണി അവിടെ തന്നെ ഇരിക്കുക, ഉരിയില്ല. ചെറിയ തോതിലെ കാറ്റ് പോകുന്നുള്ള എയറിലേക്ക് ഉള്ളെങ്കിൽ നമുക്ക് സുഖമായിട്ട് കാറ്റടിച്ചിട്ടാണെങ്കിലും നമുക്ക് ഡെസ്റ്റിനേഷനിലെത്താം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിക്കിക്കകത്ത് സാധനമുണ്ട് കണ്ടോ, മാരുതി സുസുക്കിയുടെ തന്നെ ടയർ ഇൻഫ്ലേറ്റർ എന്ന് പറഞ്ഞ സാധനം. അത്യാവശ്യം നല്ല യൂസ്ഫുള്ളായൊരു സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കേണ്ടത് നമുക്ക് കാണാം. ഉണ്ടോ, ഇതിനിങ്ങനെയൊരു പോയിൻ്റുണ്ട്, അത് നമ്മുടെ പവർ സോക്കറ്റിലോട്ട് കുത്തുക. ഓക്കെ, 28ആയപ്പോൾ സാർ ഓട്ടോമാറ്റിക്കലി നിന്നു. ഇതുപോലുള്ള ടയർ ഇൻഫ്ലേറ്റർ യൂസ് ചെയ്യുന്നവരുടെ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇതിപ്പം 28 PSI വെച്ചത്. സാധാരണ ഇങ്ങനെയുള്ള വണ്ടിക്ക്, ഇതിപ്പോൾ XS6 വണ്ടി, അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടിക്കൊക്കെ ഏകദേശം വരുന്നത് 35 അല്ലെങ്കിൽ 34 എപ്പോഴും ഓരോ വണ്ടിയിലും കേട്ടോ ഈ സൈഡിൽ കാണിച്ചിട്ടുണ്ടാവും. എന്താ 29 ഫ്രണ്ടും ബാക്കും 29 വെച്ചാൽ മതി. ഇനി അല്ല 4 പേര് കൂടുതലുണ്ടെങ്കിൽ 33, 32, 38. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു 34, 35 വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇതിൻ്റേത് വെച്ചിട്ട് 34 വെച്ച് കഴിഞ്ഞപ്പം വണ്ടിക്ക് ഭയങ്കര കുലുക്കം. അപ്പോൾ ഞാൻ കട ചെന്ന് നോക്കിയപ്പോൾ 40, 45 ഇരിക്കുന്നു. അപ്പോൾ കടയിൽ നിന്ന് ഞാൻ ഒരു 33, 34 വെച്ചിട്ട് ടയർ കാറ്റടിച്ചതിന് ശേഷം ഇതിൽ കുത്തി നോക്കിയപ്പം, അതായത് ആ സാധനം വെച്ച് നോക്കിയപ്പം അതിൽ കാണിച്ച് 28 കാണിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ 28 കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടയറിൽ 33, 34 വരുന്നത്. അങ്ങനെ എല്ലാ ടയറിലും 28 വെച്ച് കാറ്റടിച്ചു. അപ്പോൾ നിങ്ങളാണെങ്കിലും ഈ ഓൺലൈനിൽ നിന്നൊക്കെ ഇപ്പം MIയുടെ ടയർ ഇൻഫ്ലേറ്ററൊക്കെ കിട്ടും. അതൊക്കെ എത്ര ആക്യുറേറ്റ് ആണെന്ന് മനസ്സിലാകണമെങ്കിൽ അത്യാവശ്യം നമ്മൾ മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്ന ടയർ പ്രഷർ അടിച്ചതിന് ശേഷം അത് വെച്ചിട്ട് യൂസ് ചെയ്ത് നോക്കിയാൽ മതി എത്ര ആയാലും കാണിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ട് അടിക്കുകയാണ് നല്ലതായിരിക്കും. ഇനി അഥവാ നമ്മുടെ അടുത്ത് ടയർ ഇൻഫ്ലേറ്ററൊന്നുമില്ല, ജസ്റ്റ് സൈക്കിൾ പമ്പ് മതി. ഇതുണ്ടോ, ഇങ്ങനത്തെ ഒരു സൈക്കിൾ പമ്പാണെങ്കിൽ നമുക്ക് കാറ്റടിക്കാം. ജസ്റ്റ് അതാ ഇതിൻ്റെ ഈ ഒരു നോസിൽ കണ്ടോ, ഈ ഒരു നോസിൽ ഇവിടെ ഇവിടെ ഇങ്ങനെ കയറ്റി വെക്കുക, ഇങ്ങനെ അടച്ച് വെക്കുക. അതിന് ശേഷം സാധാ കാറ്റടിക്കുന്നതല്ല കാറ്റടിച്ചാൽ മതി. പിന്നെ വേറൊരു ഇൻഫർമേഷൻ തരാനുള്ളത്, നമ്മൾ പലരും പല വീഡിയോയിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പെട്രോൾ പമ്പിൽ നിന്നൊന്നും കാറ്റടിക്കരുതെന്ന്. അതിനുള്ള റീസൺ വേറൊന്നുമല്ല, നമ്മൾ കടയിലൊക്കെ പോയി കാറ്റടിച്ച് കഴിഞ്ഞാൽ അവർ ആ നോസിൽ കുത്തി ഇതുണ്ടോ, ഇതൊരു ഇങ്ങനൊരു നോസിലാണ്, ഈ ഒരു നോസിൽ അവർ കുത്തി എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ പമ്പിൽ നിന്നൊക്കെ ആണെങ്കിലും അവരടിച്ചതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എയർ ലീക്ക് ഉണ്ടോ എന്ന്. കാരണം അവർ ശ്രദ്ധിക്കില്ല, അവർ ജസ്റ്റ് അടിക്കുക എടുത്ത് പോരുക. പക്ഷേ നമ്മൾ കടയിലൊക്കെ ആണെങ്കിൽ അവർ ചെക്ക് ചെയ്യും. ഇപ്പോൾ ടയർ വർക്ക്സൊക്കെ നടക്കുന്നതാണെങ്കിൽ അവർ ചെക്ക് ചെയ്യും എയർ ലീക്ക് ഉണ്ടോ ഇല്ലോ. നമ്മളതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം. അന്നേരം കുറച്ച് തുപ്പലെടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. തുപ്പല അല്ലെങ്കിൽ സാധാരണ അവരിൽ നിന്ന് സോപ്പ് കലക്കിയ വെള്ളം പത വരുന്നുണ്ടോ, അല്ലെങ്കിൽ കൊമള വരുന്നുണ്ടോ, ബബിൾസ് വരുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. നമ്മൾ വണ്ടിയും കൊണ്ടൊക്കെ പലയിടത്തും പോകുന്നതാണ്. അപ്പോൾ പലർക്കും അറിയില്ല ടയറൊക്കെ പഞ്ചറായാൽ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള കേസൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ഇത്രയൊക്കെ ഉള്ളതിൻ്റെ കേസ്. ടയറാണ് വഴിയിലൊക്കെ പോകുമ്പോൾ അതിൽ യാത്ര ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ജാക്കി എങ്ങനെ വെക്കുന്നു, അല്ലെങ്കിൽ ടയർ എവിടെ ഇരിക്കുന്നു, വീൽ സ്പാനിൻ്റെ കാര്യങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നു എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം അറിഞ്ഞിരിക്കുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ജാക്കി വെക്കേണ്ടത്, ജാക്കി പോയിൻ്റ്, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. എപ്പോഴാണ് വഴി കുടുങ്ങാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവായ വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ സൈഡിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.